എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 20-ന് ആലുവ ഫെഡറൽ ബാങ്ക് ഓഫീസ് അസോസിയേഷൻ ഹാളിൽ നടക്കും. എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന എക്സൈസ് വകുപ്പിൽ നിന്നും വിരമിച്ച സ്വീപ്പർ മുതൽ ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ വരെയുള്ള വിഭാഗം ഉൾപ്പെടുന്നതാണ്. പെൻഷൻകാരുടെ എക്സൈസ് വകുപ്പിലെ ഏക സംഘടനയാണ് എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഈ സംഘടന രൂപീകരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമാവുന്നുള്ളൂ. രണ്ടാമത് സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. ഞങ്ങൾ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഞങ്ങളെ ബാധിക്കുന്ന ഈ സർവീസിലുള്ള സമയത്ത് എക്സൈസുകാരെടുത്ത അബ്കാരി കേസുകൾ. ഈ അബ്കാരി കേസുകളിൽ പല ജില്ലകളിലായിരിക്കും. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്ത ജില്ലയിലാവില്ല അവരുടെ താമസം. അപ്പം അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ റിട്ടയർ ചെയ്തതിന് ശേഷം കോടതിയിൽ മൊഴി നൽകാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് യാത്രാ ഭത്ത യഥാസമയം ലഭിക്കുന്നില്ല. അത് കാരണം സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് കോടതിയിൽ മൊഴി നൽകാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ കാര്യത്തിൽ എക്സൈസ് കമ്മീഷണറേറ്റ് ഇടപെട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യോപയോഗം ഇപ്പോൾ കേരളത്തിൽ കൂടി വരികയാണ്. മദ്യവും മയക്കുമരുന്നും കൂടി വരുന്നു. ഈ അവസരത്തിൽ മദ്യോപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ലഹരി കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാൻ നടപടി വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുക എന്നതാണ്. അതൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ചതാണെങ്കിൽ ഇന്നേ വരെ അത് നടപ്പിലായിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിരോധിക്കപ്പെട്ടതാണ് പാൻ മസാലകൾ. പാൻ മസാല കൈവശം വെച്ച് കഴിഞ്ഞാൽ കേസെടുക്കും. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കേസെടുക്കാം. പക്ഷേ കേസെടുത്ത് കഴിഞ്ഞാൽ 250 രൂപ അല്ലെങ്കിൽ 500 രൂപ പഴയടച്ചു കഴിഞ്ഞാൽ ആ കേസ് അവസാനിക്കില്ല. 1 ലോഡ് പാൻ മസാല പിടിച്ചാലും 1 കിലോ പാൻ മസാല പിടിച്ചാലും ഒരേ ശിക്ഷ പിടിക്കുന്നു. ജാമ്യം കിട്ടി ആൾ പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യത്തിൽ വിടുന്നു. ജാമ്യത്തിൽ കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അത് മാറ്റിവിട്ട് ഇത് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ പാൻ മസാലകൾ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനും ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടാനും കഴിയുന്ന രൂപത്തിൽ നിയമത്തിൽ ഭേദഗതി വേണം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നവരുടെ പേരിലടക്കം കേസെടുക്കാൻ കഴിയണം. അതില്ലാത്തടത്തോളം കാലം കേരളത്തിൽ ഈ പാൻ മസാലയുടെ ഉപയോഗം നിരോധിക്കാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നമുക്കറിയാം ലോഡ് കണക്കിന് പാൻ മസാലയാണ് പിടിക്കുന്നത്. പത്രങ്ങളിൽ നിങ്ങൾ ഗംഭീരമായിട്ടുള്ള വാർത്തയും കൊടുക്കാറുണ്ട്, പിടിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു? നമ്മുടെ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ റിലീസായി പോയി. ആ സാധനം നശിപ്പിക്കാൻ കഴിയുന്നതിൽ കവിഞ്ഞ് അവർക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള യാതൊരു നിയമവും ഇപ്പോൾ ഇല്ല. അത്തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണം എന്നാണ് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ലഹരി വർധന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിമുക്തി മിഷൻ പ്രവർത്തനത്തിൽ എക്സൈസ് പെൻഷൻകാരെ കൂടെ പങ്കാളിയാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ സമ്മേളനം അത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. കാരണം എക്സൈസ് പെൻഷനേഴ്സിൽ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഗവൺമെൻറ്റിന് യാതൊരു ചെലവുമില്ലാതെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ ജീവനക്കാർ കുറവാണ് എങ്കിൽ പോലും ആ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനെ പോലും ബാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ക്ലാസ്സിന് പോകുമ്പോൾ. അതേസമയത്ത് പെൻഷൻകാരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അത് ലാഭമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക് ശരിയായിട്ടുള്ള ബോധവൽക്കരണം നൽകണം എന്നൊരാവശ്യം. ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ കവിഞ്ഞ് പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണോ എന്ന് സംശയമാണ്. കാരണം ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഡാറ്റ നൽകിക്കൊണ്ട് ഇന്ന രൂപത്തിലാണ് ക്ലാസ് എടുക്കേണ്ടത്, ഇന്നൊക്കെയാണ് പറയേണ്ടത്, ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഇന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ് ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. എക്സൈസുകാർ എടുക്കാൻ പോകുന്ന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ഈ എക്സൈസുകാർക്ക് അവരുടെ കെയർ ഓഫിൽ സംഘടിപ്പിച്ച ക്ലാസ്സുകളല്ലാണ്ട് ഗവൺമെൻറ് നേരിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വേണം. അതുണ്ടെങ്കിൽ അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.